വന്നിട്ട് 10 ദിവസമായി. ഇനി ഒരാഴ്ച കൂടി ഉണ്ടാവും. ഒന്ന് വായോ അച്ഛ, കാണാൻ പൂതിയാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ പോവാതിരിക്കില്ലേ. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിക്ക് എത്തിയിട്ട് എന്നെ കാണാൻ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവൾ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് വേഗം എറണാകുളത്തേക്ക് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വേഗം എറണാകുളത്തെത്തി. അവിടെ പോയി ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണ്. സത്യം പറഞ്ഞാൽ അവൾ വരുമ്പോൾ അവളുടെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന അത്, പക്ഷേ അവൾ എനിക്കിട്ട് സർപ്രൈസ് തന്നു. പിന്നെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ച കോളേജിൽ പഠിച്ച റാബിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു. ഞാൻ അവൾ ഒറ്റയ്ക്ക് വരുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ അന്നതും ഭയങ്കര ഒരു ഹഗ്, ഒരു 3-4 കൊല്ലത്തിന് ശേഷം ഭയങ്കര ഹഗ്ഗും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. പണ്ട് എങ്ങനെയായിരുന്നു ആ വൈബ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും അതേ സെയിം വൈബാട്ടോ. നമ്മളിങ്ങനെ ദിവസവും വിളിക്കുന്നവരോ മെസ്സേജ് അയക്കുന്നവരോ ഒന്നുമല്ല, പക്ഷേ എപ്പോൾ കണ്ടാലും നമുക്ക് ഒരു സെയിം ഫീലിങ്സാണ്, സെയിം വൈബാണ്. അപ്പോൾ അവൾക്ക് ഞാൻ നമ്മുടെ കോളേജിലുള്ള ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തിരുന്ന കുറച്ച് ഫോട്ടോ ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം കൂടി കൊടുത്തു കേട്ടോ. ഞങ്ങൾ നേരെ വാട്ടർ മെട്രോയിലൊക്കെ കയറി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തി. അവിടെ അത്യാവശ്യം ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞാൻ തിരിച്ച് റിട്ടേൺ വൈകുന്നേരം ട്രെയിനിൽ പോരുക ചെയ്ത്. കുറച്ച് വർഷത്തിന് ശേഷമാണ് ഇവരെ കണ്ടെന്നുള്ളൊരു ഫീലൊന്നും അറിഞ്ഞില്ല കേട്ടോ. അതായത് ഇന്നലെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അടുത്ത ദിവസം കണ്ട ഒരു ഫീലായിരുന്നു. ഒരുപാട് നല്ല മെമ്മറീസും ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് കേട്ടോ.